നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ നിന്നും ഓട്ടോയിൽ സഞ്ചരിക്കുന്നതിനിടെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി എന്ന ഒരു വാർത്ത നമ്മൾ അറിഞ്ഞതാണ്. ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്ത പുറത്തുവരികയാണ്. ഈ സംഘം തട്ടിക്കൊണ്ടുപോയ ആളെ കണ്ടെത്തിയിരിക്കുകയാണ്. തിരുനെൽവേലി സ്വദേശി മുഹമ്മദ് ഉമറിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. 23 വയസ്സുകാരനാണ്. പോലീസ് ഇയാളെ കണ്ടെത്തി. വലിയതുറ കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കൽ സംഘമാണ് ഉമറിനെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് റിപ്പോർട്ട്. സ്വർണം കിട്ടാത്തതിനെ തുടർന്ന് ഉമറിനെ സംഘം വിട്ടയച്ചു. ഉമറിനെ വഞ്ചൂർ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യുകയാണ് പോലീസ്. ബുധനാഴ്ച രാത്രിയാണ് സംഭവ വികാസങ്ങൾ ഉണ്ടായത്. രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ചാക്ക ടെർമിനലിന് സമീപത്തെ റോഡിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറുകയായിരുന്നു തമിഴ്നാട് സ്വദേശിയായ ഉമർ. കാറുകളിൽ പിന്തുടർന്ന സംഘം ഓട്ടോ തടയുകയും മർദ്ദിക്കുകയും അതിനുശേഷം ഇയാളെ തട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നു. ഓട്ടോ ഡ്രൈവർ വഞ്ചൂർ സ്റ്റേഷനിൽ അറിയിച്ചതോടെയാണ് സംഭവം പുറത്തായത്. സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കിടയിലെ കുടിപ്പകയാണ് സംഭവത്തിന് പിന്നിലെന്ന നിഗമനത്തിലായിരുന്നു ആദ്യം പോലീസ്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ആ രീതിക്ക് അന്വേഷണം മുന്നോട്ട് പോയി. തട്ടിക്കൊണ്ടുപോയ കാറുകളിൽ ഒന്ന് വള്ളക്കടവ് ഭാഗത്ത് നിന്ന് കണ്ടെത്തി. ചാക്കയിൽ നിന്ന് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതിനിടെ രാത്രി 12:30 നഗരമധ്യത്തിൽ തകരപ്പറമ്പ് റോഡിലായിരുന്നു അക്രമം നടന്നത്. 2 കാറുകളിലായി വന്ന 5 അംഗ സംഘം ഓട്ടോ ഡ്രൈവറെ മർദ്ദിക്കുകയും യുവാവിനെയും മർദ്ദിച്ചു. എന്നിട്ട് ഈ യുവാവിനെ ബലമായി കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറ് പോലീസ് കണ്ടെത്തിയിരുന്നു. വെങ്ങാനൂർ സ്വദേശി വാടകയ്ക്ക് നൽകിയതാണ് ഈ കാറെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. വെള്ളായണി സ്വദേശി വാടകയ്ക്കെടുത്ത കാർ ബന്ധുവിന് നൽകി. ഇയാൾ ഇത് വീണ്ടും മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയായിരുന്നു എന്നാണ് വിവരം. ഓട്ടോറിക്ഷ ഡ്രൈവർ വൈശാഖിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടാൽ അറിയാവുന്ന 5 പേർക്കെതിരെ വഞ്ചൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാർ മുന്നിലിട്ട് ഓട്ടോ തടഞ്ഞ ശേഷം പുറത്തിറങ്ങിയവർ ഓടി വന്ന് യുവാവിനെ പിടിച്ചിറക്കി ക്രൂരമായി മർദ്ദിച്ചു. ഓട്ടോ ഡ്രൈവർ വൈശാഖ് പോലീസിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ ഓട്ടോ ഡ്രൈവർ മലയാളി വാർത്തയോടും സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇന്നലെ ഇവിടെ ഒരു 12 അടുപ്പിച്ചാണ് ഈ പുള്ളി വന്നിട്ട് തമ്പാനൂർ പോകുമെന്ന് ചോദിച്ചു. ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞ് വണ്ടി കയറിയായിരുന്നു. വണ്ടി കയറി ഇവിടുന്ന് പോണ വഴി തന്നെ പറഞ്ഞ് തിരുനെൽവേലിക്ക് ബസ്സുണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞ് ഞാൻ ഡയറക്റ്റാണ് തിരുനെൽവേലിക്ക് ബസ്സില്ല, നാഗർകോവിൽ ബസ്സിൽ കയറിയിട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. ഈ പോണ വഴി ഈ ശ്രീകണ്ഠേശ്വരം കഴിഞ്ഞ് തകരപ്പറമ്പിലോട്ട് പോണ റോഡ് അതുവഴി പൊക്കൊണ്ടിരുന്നപ്പോൾ ഒരു വൈറ്റ് ഷിഫ്റ്റ് കാറിൽ നേരെ വന്ന് വണ്ടി ബ്ലോക്ക് ചെയ്ത് ഈ പയ്യനെ ആട്ടയ്ക്കകത്തിരുന്ന പയ്യനൊക്കെ അവിടെ ഇടിച്ച് ആട്ടയ്ക്കകത്തിട്ട് ഇടിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ എന്തിനാണ് കാണിക്കണമെന്ന് ചോദിച്ചു അവരടുത്ത്. അപ്പോഴത്തേക്ക് അതിലൊരാൾ എൻ്റെ കൈ പിടിച്ച് കമ്പിയിൽ വെച്ച് വളച്ച് നിർത്തിയിരുന്നു. പിന്നെ ഇവനെ ഇടിച്ച് തറയെ കിടത്തി വണ്ടിയിലോട്ട് കയറ്റിക്കൊണ്ട് പോകുന്ന ദൃശ്യമാണ് ഞാൻ കണ്ടത്. പിന്നെ ഉടൻ തന്നെ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. പിന്നെ അതുകൊണ്ട് നേരെ ഞാൻ ഫോർട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആദ്യം അവിടെയാണ് പോയത്. അവിടെ പോയി പരാതി കൊടുത്ത് ഇങ്ങനെ ഒരു ആളങ്ങനെയൊക്കെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. അപ്പോൾ ഈ വന്നയാൾ, അതായത് തട്ടിക്കൊണ്ടുപോയപ്പെട്ട ആള് എന്ത് ഭാഷയായിരുന്നു സംസാരിച്ചിരുന്നത്? തമിഴും ഉണ്ട് മലയാളവും ഉണ്ട്, രണ്ടും മിക്സ് ചെയ്താണ് സംസാരിക്കുന്നത്. ഈ ഇറങ്ങുന്ന സ്ഥലം മാത്രമേ പറഞ്ഞുള്ളൂ, ബസ് ഉണ്ടോന്ന് മാത്രമേ ചോദിച്ചുള്ളൂ, വേറൊന്നും സംസാരിച്ചില്ല? വേറൊന്നും ചോദിച്ചില്ല, ഈ 2 കാര്യം തന്നെ ചോദിച്ചത്. അപ്പോൾ ഈ യുവാവ് ഓട്ടോയിലിരുന്ന് ആരെങ്കിലും ഫോൺ ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, ഓട്ടോയിൽ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഈ വന്ന കാറ് ഓപ്പോസിറ്റ് വരായിരുന്നു, അത് ഓവർടേക്ക് ചെയ്ത് തടഞ്ഞ് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയായിരുന്നു. എത്ര കാറുണ്ടായിരുന്നു? ഇത് 2 കാറാണ് വന്നത്. 2 കാറിൽ ഒരു കാറ് എനിക്കറിയത്തില്ല, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. വൈറ്റ് ഷിഫ്റ്റ് മാത്രമേ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഈ കാറിൻ്റെ അകത്ത് ശരിക്കും എത്ര പേരുണ്ടായിരുന്നിരിക്കും? 4-5 പേരുണ്ടായിരുന്നു. ഡ്രൈവർ ഉൾപ്പെടെ 5 പേരുണ്ടായിരുന്നു. പിന്നെ മറ്റേ കാറിൽ എത്ര പേരുണ്ടായിരുന്നെന്ന് അറിഞ്ഞൂടാ. അവർ ഈ മർദ്ദിക്കുന്ന അത്രയും സമയം എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? സംസാരിച്ചില്ല. ഞാൻ അടിക്കണ എന്തിനാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ കൈ പിടിച്ച് വളച്ചായിരുന്നു. പിന്നീട് ഒന്നും പറയാൻ പറ്റിയില്ല എനിക്ക്. പിന്നെ ആ പയ്യൻ വന്നവന്മാരും ഒത്തിരി വയലൻ്റ് ആയിരുന്നു. അപ്പോൾ അവരൊന്നും സംസാരിക്കണമെന്നില്ല, അവരെ ഇടിച്ച് വണ്ടി കയറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അവരുടെ കയ്യിൽ എന്തെങ്കിലും ആയുധങ്ങൾ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇല്ല, ഇനി അതിലുണ്ടായില്ലെന്ന് അറിഞ്ഞൂടാ. പക്ഷേ എല്ലാം വെച്ചൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അവർ മറ്റൊന്നും എത്ര നിമിഷം ഉണ്ടായിരുന്നു ഈ ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോൾ? എത്ര നിമിഷം ഉണ്ടായിരുന്നു? 12:25 അവിടുത്തെ CCTVയിൽ നോക്കിയപ്പോൾ 12:25 അവിടെ സംഭവം നടക്കണം. അത് കഴിഞ്ഞ് 12:30-35 ആയപ്പോൾ ഞാൻ സ്റ്റേഷനിൽ പോയി അറിയിച്ചിട്ട് അവരെ കൊണ്ടുവന്ന സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തു. അത് ഈ പകല്, അതായത് വെളുപ്പം 12:15 ആ സമയം അടുപ്പിച്ചാൽ. അപ്പോൾ ഇവിടെ വെച്ചായിരുന്നു? തകരപ്പറമ്പിൽ വെച്ചായിരുന്നു? തകരപ്പറമ്പിൽ വെച്ച്. ഏത് പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതി കൊടുത്തത്? ഞാൻ നേരെ പോയത് ഫോർട്ടിലാണ്. റൗണ്ട്സിന് വന്ന ആൾക്കാരെ കണ്ടിട്ട് നേരെ കൊണ്ടുപോയത് ഫോർട്ട് സ്റ്റേഷനിൽ പോയി അവിടെ എല്ലാം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ
അവരെന്ത് പറഞ്ഞു? പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നടപടികൾ പിന്നീടുണ്ടായി? ഇതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്, എപ്പോഴാണ് വണ്ടി കയറിയത് എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഞാൻ അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ വെളുപ്പാൻ ഒരു 6 മണിക്കാണ് സ്റ്റേഷനിൽ നിന്ന് വന്നത്. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു തരും. കുറച്ച് നേരത്തെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫോൺ ഓഫായിരുന്നു. അപ്പോൾ ഞാൻ ഈ നൈറ്റ് ഉടനോണ്ട് ഞാൻ ഉറക്കത്തിലാണ്. അങ്ങനെ ഇപ്പം എണീച്ച് വന്നതാണ്. അപ്പോൾ അവർ വിളിക്കാതെ പറഞ്ഞു, വിളിക്കുമ്പോൾ പോകണം. അപ്പോൾ ഈ യുവാവ് മർദ്ദിക്കുന്ന സമയത്ത് പ്രതിരോധിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു? ഞാൻ നോക്കി, പക്ഷേ അത്ര ആൾക്കാരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് കയറി ചെയ്യാൻ പറ്റത്തില്ല. ആകെ പകച്ചുപോയല്ല ഒരു നിമിഷത്തിൽ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ അടുത്ത് നടക്കുന്നത്. അപ്പോൾ വൈശാഖിന് ഈ ഒരു സംഭവത്തിന് ശേഷം എന്തെങ്കിലും ആശങ്കകളുണ്ടോ? എനിക്കൊന്നുമില്ല. എന്തിനാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇതേപോലെ നേരിട്ടൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇതേപോലെ ഓവർടേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത് എങ്ങനെ ആ സമയത്ത് വണ്ടികൾ ഉണ്ടായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ആ സമയം? ആ സമയത്ത് ഇവിടെ അതേപോലെ ഒരു വൈറ്റ് ഷിഫ്റ്റും വേറൊരു വണ്ടി കിടപ്പുണ്ടായിരുന്നു. പക്ഷേ അവർ അതിൽ ബാക്കിൽ വന്ന വണ്ടിക്കാരാണ് ചായ കുടിച്ചുകൊണ്ടെന്ന് നിന്നത്. ചായ കുടിക്കാനാണ് ഇറങ്ങിയെന്നൊക്കെയാണ് പറയുന്നത്. ആ വണ്ടി ഞാൻ പോയതിനു ശേഷമാണ് അവിടെ നിന്ന് വണ്ടി എടുത്തത്. ആ പുള്ളിക്കാരൻ എൻ്റെ ആട്ടെ കയറിയതിനു ശേഷമാണ് ഇവിടെ നിന്ന് വണ്ടി ആ പുള്ളിക്കാരൻ എടുക്കുന്നത്. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ഈ ലൊക്കാലിറ്റി തന്നെ ഇയാളെ വാച്ച് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ബാക്കിൽ വന്നത്. ശരിക്കും ആ യുവാവ് എവിടെ നിന്നായിരുന്നു വന്നത്? അവിടെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. നേരെ വന്നുടനെ വണ്ടി കയറിയിരുന്നു. വണ്ടി കയറിയത് തമ്പാനൂർ പോകണമെന്ന് പറഞ്ഞ് ശരി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും. അത്ര തന്നെ. ഏകദേശം എത്ര വയസ്സ് പ്രായം വരും ആ യുവാവ്? 30 വയസ്സ് വരും. അപ്പോൾ ഈ വണ്ടി കേരള രജിസ്ട്രേഷൻ തന്നെയായിരുന്നു, അത് ശ്രദ്ധിച്ചു? ഷിഫ്റ്റ് വൈറ്റ് കേരള KL01 ആണ്. പിന്നെ നമ്പറൊന്നും എനിക്ക് വ്യക്തമായില്ല. അത് CCTVയിൽ അവർക്ക് സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ട് മാത്രമേ. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം വൈശാഖിന്റെ ജോലി തുടരുന്നുണ്ടല്ലോ അല്ലേ? അയ്യോ, എനിക്ക് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇതിൻ്റെ കൂടെ ഇതും നടക്കുന്നുണ്ട്. പോലീസ് മറ്റെന്തെങ്കിലും നിർദ്ദേശം ഇന്ന് എത്ര തവണയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്? അങ്ങനെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയുണ്ടായിരുന്നു? വൈശാഖിനുള്ള പെരുമാറ്റം? ഇല്ല, കുഴപ്പമില്ലായിരുന്നു. ഞാൻ സമയമായി തന്നെ എല്ലാം ചോദിച്ച് പെരുമാറിയത്. പിന്നെ ഇന്ന് രാത്രി തൊട്ട് രാവിലെ 6-7 മണി വരെ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ. എപ്പോഴായിരുന്നു പരാതിപ്പെട്ടത്? ഈ സംഭവം നടന്ന ഉടനെ തന്നെ പരാതിപ്പെടുകയായിരുന്നു അതോ? ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവിടെ നിന്ന് പോവുകയാണ്. നേരെ പോവുകയാണ്, സ്റ്റേഷനിലോട്ട് പോയാണ് ബന്ധപ്പെട്ടിട്ട് വന്നത്. ഈ യുവാവിന്റെ കയ്യിൽ ബാഗ്, ഫോൺ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, ബാഗൊന്നുമില്ല. ആള് ഫ്രീ ആയിട്ടാണ് വന്നത്. പിന്നെ ഫോൺ ഉണ്ടാന്ന് വെച്ചാൽ ഫോണ് ആട്ടൊക്കെ എടുത്തിട്ടില്ല. എന്ത് ഫോൺ കാണുമായിരിക്കും, അറിയത്തില്ല. എന്ത് വേഷമായിരുന്നു ധരിച്ചത്? അങ്ങനെ എന്തെങ്കിലും ഒരു ചെക്ക് ഷർട്ടാണ്, വൈറ്റിൽ ചെക്ക് വരെയുള്ള ഒരു ഷർട്ടും ഒരു ജീൻസ് പാൻറ്റുമാണ് ഇട്ടിരുന്നത്. മലയാളവും തമിഴും കലർന്നാണ് സംസാരിച്ചിരുന്നത്. പുള്ളിക്കാരൻ രണ്ടും അറിയാം. രണ്ട് ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തി ആണ്. എന്ന് വെച്ചാൽ ഈ സംഭവം ആടി നടന്ന് വലിച്ച് കയറ്റുമ്പോഴത്തേക്കും ഞാൻ വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങുന്ന മുമ്പ് അയാൾ പറയുന്നത് എന്നെ വിടല്ലേ ഏട്ടാ വിട്ടു കൊടുക്കല്ലെന്ന് പറഞ്ഞു. പക്ഷേ എന്നോട് പറയുന്നത് ഞാൻ വണ്ടിക്കകത്ത് ഇറങ്ങിയപ്പോൾ. അപ്പോൾ എനിക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഞാനും ഒറ്റയ്ക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് നടന്നപ്പം തന്നെ ഞാൻ നേരെ ഡയറക്റ്റ് സ്റ്റേഷനിൽ പോയപ്പോൾ ഒരു പരാതി കൊടുത്തായിരുന്നു. എൻ്റെ ഇതിലുള്ളത് ഞാൻ കൊണ്ട് കൊടുത്ത്, ബാക്കി ഇനി അവരെന്തിനാണെന്ന് നോക്കണം. ഈ വന്ന ഒരു മുഖംമൂടി ധരിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല, മുഖംമൂടിയൊന്നുമില്ല. അറിയാൻ പറ്റും. ഇനി തിരിച്ചറിയാൻ പറ്റും. ഇനി രണ്ടുപേരെയും തിരിച്ചറിയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ വലിയ ഇതൊന്നുമില്ല, മുഖംമൂടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് അറിയാം. അവരൊന്നും സംസാരിച്ചില്ല. അപ്പോൾ ഇയാൾ പ്രതിരോധിച്ചപ്പോഴും അവരൊന്നും മിണ്ടിയില്ല? ഇല്ല, ഒന്നും ചെയ്തില്ല. വന്നുടനെ ആടി നടക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അല്ലേ? ആദ്യമായിട്ടാണ്. ഇതുവരെ ഇത്രയും വർഷം വരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇന്നലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നേരത്തെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഇവിടുത്തെ ഓട്ടോക്കാർ ആരെങ്കിലും നേരത്തെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, കണ്ടെങ്ങാനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഓട്ടോക്കാരെങ്കിലും? ഞാൻ ഇതിലിട്ട് അറിഞ്ഞിട്ടില്ല അങ്ങനെ. പോലീസിന്റെ നിലവിലെ സംശയം സ്വർണ്ണക്കടത്തായിരിക്കാം എന്നാണ് നിലവിലെ പോലീസിന്റെ സംശയം. ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് കിടന്നുകൊണ്ട് വരേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ അവർ പറയണല്ലോ, എന്തെങ്കിലും കാര്യം കാണാതിരിക്കത്തില്ല.